എല്ലാ കൂട്ടുകാർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപേ ബേസിക് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ നോക്കിക്കേ, ഇതൊരു കേക്ക് ആണെന്ന് കൂട്ടുകാർ സങ്കല്പിക്കുക. ഇവിടെ 4 കൂട്ടുകാരുണ്ട്. ഇവർക്ക് 4 പേർക്കും തുല്യമായ ഭാഗങ്ങളാക്കിയിട്ട് ഈ കേക്കിനെ വീതിക്കണം. എങ്ങനെയാ വീതിക്കുന്നത്? ഇതുപോലെ 4 തുല്യ ഭാഗങ്ങളാക്കി. എത്ര തുല്യ ഭാഗങ്ങളാക്കി? 4 തുല്യ ഭാഗങ്ങളാക്കി അല്ലേ? അതിൽ ഇത് 4ൽ ഒരു ഭാഗമാണ് അല്ലേ? 4ൽ ഒരു ഭാഗം, ഇത് 4ൽ ഒരു ഭാഗം, ഇതും 4ൽ ഒരു ഭാഗം, ഇതും 4ൽ ഒരു ഭാഗം അല്ലേ? അപ്പോൾ ഇനി ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തേ. 4ൽ ഒരു ഭാഗം ഈ കുട്ടിക്ക് കിട്ടി, 4ൽ ഒരു ഭാഗം ഈ കുട്ടിക്കും കിട്ടി, 4ൽ ഒരു ഭാഗം ഈ കുട്ടിക്ക് കിട്ടി, 4ൽ ഒരു ഭാഗം ഈ കുട്ടിക്കും കിട്ടി. 4 പേരും ഹാപ്പിയായി അല്ലേ? ഇതുപോലെ എഴുതുന്നതാണ് ഭിന്നസംഖ്യകൾ അല്ലേ? ഇത് വിശദമായി നമ്മൾ ഇതിനു മുൻപേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടേക്ക് നോക്കിക്കേ, 4ൽ ഒരു ഭാഗം വീതമാണ് എല്ലാവർക്കും കിട്ടിയത് അല്ലേ? 4ൽ ഒരു ഭാഗം. അപ്പോൾ ഈ 4ൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 4 എന്നത് എന്താ? നമ്മൾ പഠിച്ചതാണ്. ഛേദമാണ് അല്ലേ? ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ 1 എന്നുള്ളതോ അംശം, അതായത് ന്യൂമറേറ്റർ. ഒരു ഭിന്നസംഖ്യയുടെ താഴെ എഴുതുന്ന സംഖ്യ ഛേദം അഥവാ ഡിനോമിനേറ്റർ, മുകളിൽ എഴുതുന്ന സംഖ്യ അംശം അഥവാ ന്യൂമറേറ്റർ. ഇനി നമുക്ക് കാണാനുള്ളത് ഭിന്നസംഖ്യകൾ തന്നെ പല വിധമുണ്ട്. ഏതൊക്കെയാണ്? നോക്കിക്കേ, ഒന്നാമതായി സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് സാധാരണ ഭിന്നം എന്ന് പറയുമ്പോൾ? നമുക്കൊരു ഭിന്നസംഖ്യ എഴുതാം. 6ൽ 3. ഇതിനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അതിനെ 6 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം, 2 ഭാഗം, 3 ഭാഗം. അതിൽ 3 ഭാഗമാണ് 6ൽ 3 എന്നുള്ള ഈ ഭിന്നസംഖ്യ സൂചിപ്പിക്കുന്നത് അല്ലേ? 6ൽ 3 എന്ന് എഴുതിയിട്ടുള്ള ഈ ഭിന്നസംഖ്യയിലെ 6 എന്നുള്ളത് എന്താണ്? ഛേദമാണ്. 3 അംശമാണ് അല്ലേ? അപ്പോൾ സാധാരണ ഭിന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ സാധാരണ നമ്മൾ കാണുന്ന ഭിന്നമാണ്. അതായത് ഛേദം വലുതായിരിക്കും, അംശം ചെറുതായിരിക്കും. നോക്കിയേ, ഛേദം ഇതിൽ വലുതല്ലേ? 6 3നേക്കാൾ വലുതല്ലേ? അംശം ഛേദത്തെക്കാൾ ചെറുതായിരിക്കും. അതാണ് സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർ ഫ്രാക്ഷൻസ് നോക്കാം. 10ൽ 5. ഛേദം ഇതിലേതാണ്? 10. അംശം 5. ഛേദം വലുതല്ലേ? ഛേദം വലുതാണ്, അംശം ചെറുതാണ് അല്ലേ? ഇനി 8ൽ 3. ഛേദം 8, അംശം 3. ഛേദം അംശത്തെക്കാൾ വലുതാണ്, അംശം ഛേദത്തെക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് സാധാരണ ഭിന്നമാണ് കേട്ടോ. ഒന്നുകൂടെ നോക്കാം. 7ൽ 4. 7ൽ 4 എന്ന് പറയുമ്പോൾ 7 എന്നുള്ളത് ഛേദമാണ്, 4 എന്നുള്ളത് അംശമാണ്. അപ്പോൾ ഛേദം വലുതാണ്, അംശം ചെറുതാണ് അല്ലെ? ഇതാണ് സാധാരണ ഭിന്നം. മനസ്സിലായോ? ശരി, ഇനി അടുത്ത ഭിന്നത്തെ നമുക്ക് പരിചയപ്പെടാം. വിഷമഭിന്നം. വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. വിഷമഭിന്നം എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ്. കുറച്ച് വിഷമം പിടിച്ച ഭിന്നമാണ്. നോക്കിയേ, 5ൽ 7. 5 എന്ന് പറയുന്നത് എന്താണ്? ഛേദമാണ്. ഛേദം അംശത്തെക്കാൾ ചെറുതാണ് അല്ലേ?
7 എന്നുള്ളത് അംശമാണ്. അംശം ഛേദത്തെക്കാൾ വലുതാണ് അല്ലേ? അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 5 എന്ന് പറയുന്ന ചെറിയ സംഖ്യ 7 എന്ന് പറയുന്ന വലിയ സംഖ്യയല്ലേ തലയിൽ വെച്ചത്? ആണ് അല്ലേ? അപ്പോൾ ഇത് വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതായത് ഛേദം ചെറുതായിരിക്കും, അംശം ഛേദത്തെക്കാൾ വലുതായിരിക്കും. മനസ്സിലായോ? നോക്കിക്കേ, 10ൽ 14. ഇതെന്ത് ഭിന്നമാണ്? വിഷമഭിന്നമാണ് അല്ലേ? അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നമുക്കൊന്നുകൂടി നോക്കാം. 4ൽ 8. 4ൽ 8 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയുന്നത് ഛേദമാണ്, അത് ചെറുതാണ്. 8 എന്ന് പറയുന്നത് അംശമാണ്, അത് വലുതാണ് അല്ലേ? അപ്പോൾ അത് വിഷമഭിന്നമായി. സാധാരണ ഭിന്നവും വിഷമഭിന്നവും നമ്മൾ കണ്ടു അല്ലേ? സാധാരണ ഭിന്നത്തിൽ അംശം ചെറുതായിരിക്കും, ഛേദം വലുതായിരിക്കും. വിഷമഭിന്നത്തിൽ അംശം വലുതായിരിക്കും, ഛേദം ചെറുതായിരിക്കും അല്ലേ? ഇനി ഒരു ഭിന്നം കൂടെയുണ്ട്, അതാണ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. എന്താണെന്നറിയാമോ? നോക്കിയേ, ഇതെന്താ? 3 1/4. കണ്ടോ? ഇതിൽ 3 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലേ? ഈ 1/4 എന്നുള്ളത് ഒരു സാധാരണ ഭിന്നമാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ഉള്ള ഭിന്നസംഖ്യയാണ് മിശ്രഭിന്നം. എന്താണ്? മിശ്രഭിന്നം. കേട്ടോ? ഒരു പൂർണ്ണസംഖ്യയുണ്ടാകും, അതിന്റെ കൂടെ തന്നെ ഒരു സാധാരണ ഭിന്നവും ഉണ്ടാകും. കണ്ടില്ലേ? 3 1/4 ഇതൊരു മിശ്രഭിന്നമാണ്. ഇതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി നോക്കിക്കേ, 2 1/3. ഇതിൽ 2 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ്, 1/3 എന്നുള്ളത് ഒരു സാധാരണ ഭിന്നമാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഇത് എന്തായി? ഒരു മിശ്രഭിന്നമാണ്, അതായത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 2 1/3 എന്നുള്ളത് മിശ്രഭിന്നം. കേട്ടോ? ഒന്നുകൂടെ നോക്കാം. 5 4/7. 5 4/7 എന്നുള്ളത് മിശ്രഭിന്നമാണ്. എങ്ങനെയാ ഇത് മിശ്രഭിന്നമായത്? 5 എന്നുള്ള ഒരു പൂർണ്ണസംഖ്യ ഇതിലുണ്ട്, 4/7 എന്ന് പറയുന്ന ഒരു സാധാരണ ഭിന്നവുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത് ഒരു മിശ്രഭിന്നമാകുന്നത്. മനസ്സിലായോ? ഭിന്നത്തെ എങ്ങനെയാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതുന്നത് എന്നും, അതുപോലെ ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം ഇവയൊക്കെ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.